പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീൻ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ ഒരു 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതല്പം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ചെറിയായിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. അതിന് വേണ്ട ചേരുവകൾ തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ തന്നെ ചുമന്നുള്ളിയാണ്. ഇനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അല്ലെങ്കിൽ നമ്മളുടെ മൺചട്ടി ആയാലും യൂസ് ചെയ്യാം. മൺചട്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ തീ കുറച്ച് വെച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അതിലേക്ക് ഞാൻ ചട്ടി നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണയും ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, പിന്നെ 15 ചുമന്നുള്ളി, ഇത്രയും കൂടെ ഇട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് എരിവുള്ള മുളക് പൊടിയുടെ എമൗണ്ട് വ്യത്യാസം വരുത്താം. അതിനുശേഷം ഈ മുളക് പൊടി ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഈ തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേപ്പിലയും കൂടി ഇട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കും. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്മീൻ, നമ്മൾ ഇതിലേക്ക് കാരച്ചെമ്മീൻ, ചെറിയ പൊടിച്ചെമ്മീനല്ലേ, അതാണ് കൂടുതലും ഏറ്റവും ടേസ്റ്റായിട്ട് നല്ലത്. ഇപ്പം വലിയ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൽ നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്കതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കേണ്ട, കാരണം ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെള്ളം നമ്മൾ അധികം ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് വെള്ളം വറ്റി അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 2 മിനിറ്റൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് മൂടി വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒന്നും കൂടി ഇളക്കി അങ്ങനെ എടുക്കേണ്ടതാണ് കേട്ടോ. കണ്ട ഇപ്പോൾ ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കൂടി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കൊന്നും കൂടി തുറന്നു നോക്കാം. കണ്ട ഇപ്പോൾ നല്ല രീതിയിൽ ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ എന്നിട്ട് നമ്മളത് മൂടി ഒന്ന് തുറന്നു വെച്ച് വെള്ളം പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അതൊന്ന് തുറന്നു വെച്ച് പിന്നെ നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ഈ ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ആ വെള്ളം ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ അങ്ങ് കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ.